ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ് ടീമ. ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ എന്നതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമുക്കിന്നൊരു കുട്ടി സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും എല്ലായ്പ്പോഴും 10-20 കൊടുത്ത് സ്റ്റിക്കേഴ്സ് വാങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. ഒന്നെങ്കിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കയ്യിലുള്ള സാധനം തീർന്നു പോയാലൊക്കെ പെട്ടെന്ന് സ്റ്റിക്കേഴ്സ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, പേപ്പർ എടുത്തോ കളർ പെൻസിൽ എടുത്തോ ഇരുന്ന് അങ്ങോട്ട് വരച്ചുണ്ടാക്കിക്കോ, അത്ര തന്നെ. ഇനി വരക്കാൻ അറിയില്ല, അതുകൊണ്ട് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഏത് കൊച്ചു കുഞ്ഞിന് പോലും വരക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള സ്റ്റിക്കർ പാറ്റേൺസ് ഒക്കെ തന്നെയാണ് ഞാൻ ഇന്ന് ഇതിൽ വരച്ചിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഒഴിവ് കഴിവ് പറഞ്ഞ് മടി പിടിച്ചിരിക്കാണ്ട് വായോ, സ്റ്റിക്കർ നോട്ട് ബുക്ക് ഉണ്ടാക്കാം. ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം അങ്ങോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ലല്ലോ. അതുകൊണ്ടാണ് ഇനിയാണേലും സ്റ്റിക്കർ നോട്ട് ബുക്ക് തന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. സ്റ്റിക്കർ നോട്ട് ബുക്കിന് സ്റ്റിക്കേഴ്സ് എന്തായാലും വേണമല്ലോ. അപ്പൊ ആദ്യം കുറച്ച് ഈസി പീസി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് പിൻട്രസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് അതിന് കളർ കൂടെ ചെയ്തെടുക്കാം. സ്റ്റിക്കേഴ്സ് ചെയ്യുമ്പം എപ്പോഴും ബ്ലാക്ക് പെന്ന് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ മിനി സ്റ്റിക്കർ നോട്ട് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 2 പേജ് മാത്രമേ ഞാൻ സ്റ്റിക്കേഴ്സ് വരച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണേൽ അങ്ങനെ ആവാം. സ്റ്റിക്കേഴ്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്കിന്റെ പണിയിലേക്ക് കിടക്കാം. ബുക്കിന്റെ പുറംഭാഗം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിന്റെ ശരിക്കും പേരൊന്നും എനിക്കറിയില്ല. ഈ ചിത്രമൊക്കെ വരക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് അതന്നെ. നിങ്ങൾക്ക് ഇതിന് പകരം പഴയ ബുക്കിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പുറം ഭാഗം എല്ലാം കറക്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പേജസ് കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിന് കുറച്ച് പേപ്പേഴ്സ് ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനിയാണ് കേട്ടോ കുറച്ച് ശ്രദ്ധിക്കാനുള്ളത്. ഈ പേപ്പറിലേക്ക് വലിയ സെലോ ടേപ്പ് ഉണ്ടാവില്ലേ, അത് ഞാൻ കാണിച്ചേക്കണ പോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബുക്കിൻ്റെ കവർ പോർഷൻ എടുത്തിട്ട് അതിലേക്ക് കൂടെ ഇതൊന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ വരച്ചു വെച്ച സ്റ്റിക്കേഴ്സിലൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് കൂടെ ഇതേപോലെ സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ചെറിയ വൈറ്റ് പാർട്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാവില്ലേ, അത് യൂസ് ചെയ്തിട്ട് എല്ലാം കൂടെ ബുക്കിലേക്ക് ഒന്നൊട്ടിച്ച് കൂടെ കൊടുക്കാം. നല്ലപോലെ അമർത്തി ഒട്ടിക്കാൻ നിൽക്കണ്ട കേട്ടോ, സ്റ്റിക്കേഴ്സ് നമുക്ക് പറിച്ചെടുക്കണമല്ലോ. ഇനി ഈ സ്റ്റിക്കർ ബുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പെയിൻറ്റ് കൂടെ അടിച്ചു കൊടുത്തിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കേഴ്സ് എന്ന് കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കർ ബുക്ക് എന്ന് എഴുതാനായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ എഴുതി വന്നപ്പോൾ കുറച്ച് വലുപ്പം കൂടിപ്പോയി. സാരമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി സ്റ്റിക്കർ ബുക്ക് സെറ്റ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റിക്കർ ബുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട.